ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ് എന്ന തോന്നലുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നും അത് എത്രത്തോളം വലുതാണെന്നും അതിന് എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്നും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാനൊരു ഹൗസ് വൈഫാണെന്ന് ഞാൻ അഭിമാനത്തോടു കൂടി പറയാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടോ. കാരണം ഹൗസ് വൈഫ് എന്നാൽ ഒന്നും ചെയ്യാത്ത ഒരാൾ എന്ന രീതിയിൽ നിന്നും മാറിയിട്ട് ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഹൗസ് വൈഫ് എന്നാൽ ഒരുപാട് ജോലികൾക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പണികളുള്ള ഒരു ജോലിയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത് കുറച്ച് മുമ്പാണ് കേട്ടോ. അല്ലാത്ത സമയത്ത് എല്ലാവരുടെയും പോലെ ഒരു പണിയില്ലാത്ത ആൾ എന്നായിരുന്നു ഞാനും. വെറുതെ കുറേ ടെൻഷനും അതും ഇതൊക്കെ മനസ്സിനെ അലട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ചെടുത്ത ഒരു കാര്യമാണ് എൻഗേജ്ഡ് ആയിരിക്കുക എന്നുള്ളത് കേട്ടോ. അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലൂടെ വന്നത് തന്നെയാണ് ഈ ഒരു ചാനലും അതേപോലെ എൻ്റെ ചെറിയൊരു ബിസിനസ്സും ഒക്കെ. എൻ്റെ അടുത്ത് വന്ന് നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്ന ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് അനുവദിച്ചു കൊടുക്കാറില്ല കേട്ടോ. കാരണം എൻ്റെ വിഷമം എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അത് വേറെ ഒരാൾക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് എല്ലാവരുടെ കാര്യം. എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കാര്യങ്ങൾ അതെല്ലാവർക്കും അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. അത് വേറൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എൻ്റെ ചുറ്റുമുള്ള പല ആൾക്കാരിൽ നിന്ന്, അതായത് എൻ്റെ വേണ്ടപ്പെട്ടവരല്ലാത്ത ഒരുപാട് ആൾക്കാരിൽ നിന്ന് പലപ്പോഴായിട്ട് ഞാനടക്കമുള്ള കുറേ ആൾക്കാർ കേൾക്കുന്നതാണ് നിങ്ങൾക്ക് എന്താ പണി എന്നുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത്. കാരണം ചെയ്താലും തീരാത്ത ഒരുപാട് ജോലികളുമായി നടക്കുന്ന എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ആർക്കായാലും വെറുപ്പ് വരില്ലേ? ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ? ഒരുപാട് ജോലികളുള്ളവർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്താൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയുള്ള ഒരാളാണ്. ഒരു വീട്ടിലെ ഒരു ജോലിയും ചെയ്യാതെ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ അന്ന് പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ തോന്നില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോകണം തോന്നില്ല, ഒരു സിനിമയ്ക്ക് പോകണം തോന്നില്ല, എന്തെങ്കിലും കഴിക്കാൻ പോകണം തോന്നില്ല, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് തോന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അന്ന് മൊത്തം നിങ്ങൾ മടിയായിട്ടാണ് ഇരിക്കുന്നത്. നേരെ മറിച്ച് ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് കുറേ സ്ട്രെസ്ഫുള്ളായിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിനോട്ടായി പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ, വെറുതെ ഒന്നൊരു ബീച്ചിൽ പോയിരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരുപാട് ജോലികൾ ചെയ്ത ദിവസമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാനും ഒരു മൂഡുണ്ടാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് സ്ട്രെസ്ഫുള്ളായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് തോന്നുള്ളൂ. പുറത്തൊക്കെ ഇറങ്ങി കറങ്ങി നടന്ന് എൻജോയ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടും ദയവ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിലൊരു പണിയില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള ചുറ്റുപാടുകൾ പ്രയോജനപ്പെടുത്താൻ അറിയുന്നവരാണ്. എല്ലാവരും അവരവരുടേതായ ജോലികളിൽ തിരക്കിലാണ്.